എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇടിച്ചക്ക വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇടിച്ചക്ക മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഇനി ആവി നല്ലപോലെ പുറത്ത് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. ഇപ്പോൾ ആവി നല്ലപോലെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് തണുത്തതിന് ശേഷം എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ തീരെ അരക്കുണ്ടാവില്ല. ഇതിപ്പോൾ ഒരു അരവേവേ ആയിട്ടുണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ വെച്ച് മുഴുവനായിട്ട് നല്ലപോലെ വേവിക്കണമെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. ഇങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും എല്ലാം വളരെ ഈസിയാണ്. തീരെ അരക്ക് കയ്യിൽ പിടിക്കുകയില്ല, അരക്ക് ഉണ്ടാവില്ല, തീരെ അരക്കുണ്ടാവില്ല അതിൽ. ഇതിൻ്റെ മടലെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇതിങ്ങനെ വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ച് പെരിയാക്കാവുന്നതാണ്. ഞാനിത് ഇപ്പോൾ ചെറിയ പീസാക്കി ചട്ടിയിലേക്കിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ചൊന്നും എടുക്കുന്നില്ല. അതുപോലെ എല്ലാം ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് മൊത്തം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തു. കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കാം. ഒരു ബൗള് തിരികിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പീസ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഒരു 4 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു 3 കാന്താരി മുളകും കൂടി ചേർക്കുകയാണ്. കാന്താരി മുളകിന് പകരം പച്ചമുളക് ചേർത്താലും മതിയാകും. ഇനി 1 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് കറക്കിയെടുക്കേ വേണ്ടൂ. ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചക്ക നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. തേങ്ങ നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക. വരട്ടും തോറും തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനി ഇതിലേക്ക് അല്പം വറവിട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നും പരിപ്പും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുത്തതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.